ഗ്ലാസ് ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. കളർ പാലറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ആപ്ലിക് വർക്കും നല്ലൊരു എംബോസ്ഡ് പാറ്റേണുള്ള ഫ്ലോറൽ വർക്കും ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു ലുക്കായിരിക്കും സാരി ഓവറോൾ ഇങ്ങനെ വരും. ഫുൾ നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു പാറ്റേണിലായിരിക്കും. ലോവർ ഏരിയ കംപ്ലീറ്റ് ആ ഒരു പാറ്റേൺ വന്നിട്ട് ഒരു സിമ്പിൾ ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട്. ഇപ്പൊ ബ്ലാക്ക് സാരി ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ലേസ് വർക്ക് ആയിരിക്കും എഡ്ജിൽ വരുന്നത്. അത് കൂടാതെ ആ ഒരു വർക്ക് വരുന്ന ഈ ഒരു ലുക്കിലായിരിക്കും. ഞാൻ ക്ലോസറിൽ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഈ ഒരു പാറ്റേണിലാണ് ആ ഫ്ലോറൽ പെറ്റൽസ് എല്ലാം നല്ല എംബോസ്ഡ് പാറ്റേണിൽ തന്നെ വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്റ്റെമ്മും ലീഫും എല്ലാം വരുന്നത് ഒരു ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും. ആപ്ലിക് വർക്ക് പാറ്റേണിൽ തന്നെ വരിക. വീണ്ടും നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ തന്നെയായിരിക്കും നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈൻസ് വരിക. ഈ ഒരു പാറ്റേണാണ് വരുന്നത്. വീണ്ടും ഇതാണ് അടുത്ത ഒരു വർക്കിന്റെ കോമ്പിനേഷൻ. ഇങ്ങനെ വരും. നല്ലൊരു പീച്ചിലായിരിക്കും ഈ ഒരു വർക്ക് വരിക. ഫുൾ ലോവർ ഏരിയയും പല്ലും എല്ലാം ഇതേ പാറ്റേൺ തന്നെയായിരിക്കും വരും. നമ്മൾ ചെസ്റ്റ് പോർഷൻ വരുമ്പോഴും ഈ ഒരു ലുക്കിൽ തന്നെയായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. നമുക്ക് നല്ല എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് സാരിയാണ്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഇതേ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ ആ ഒരു എഡ്ജിൽ വരുന്നത്. സ്ലീവിന്റെ എഡ്ജിൽ വരുന്ന സെയിം വർക്ക് ആയിരിക്കും. ഇതിന് അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. അടുത്ത സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇതും ഗ്ലാസ് ഓർഗൻസ് തന്നെ സെയിം അതേ ഫാബ്രിക് അതേ വർക്ക് തന്നെ വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഒരു വർക്ക് വന്നിട്ട് ഇതിന് ഒരു ക്രോഷ്യോ ലേസ് വർക്ക് വരുമ്പോൾ പിങ്കിൽ തന്നെ സാരിയുടെ അതേ കളറിൽ തന്നെ ആയിരിക്കും ഒരു ക്രോഷ്യോ ലേസ് വർക്ക് വരും. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയിൽ ആ ഒരു മുന്തണ്ടിയിലും ബോഡിയിലെല്ലാം കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലുള്ള വർക്ക് ആയിരിക്കും വരിക. എനിക്ക് വർക്കിന്റെ ക്ലോസർ ഇങ്ങനെ വരും കേട്ടോ. ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെ ഇതേ പാറ്റേണിൽ തന്നെയുള്ള വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരുന്ന. ഈ ഒരു മോട്ടീവ്സിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരുന്നത്. അഗെയിൻ നല്ലൊരു സേജ് ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഒരു യുണീക് സ്റ്റൈലിലാണ് എല്ലാ സാരീസിനും ആ ഒരു വർക്ക് വരുന്നത്. ഒരു ഡിഫറെന്റ് ലുക്കിൽ എംബോസ്ഡ് പാറ്റേണിലുള്ള വർക്കാണ് സാരിക്ക് വരുന്നത്. ഇതിലും സെയിം ടോണിൽ തന്നെ സേജ് ഗ്രീൻ ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും എഡ്ജിൽ വരിക. ഇതിനും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് നല്ല ഒരു പെറ്റൽസ് എല്ലാം വളരെ ഡിഫറെന്റ് ലുക്കിലാണ് വരുന്നത് സാരിയിൽ. ഇതൊരു മോട്ടീവ്സ് ആട്ടോ, ഡിഫറെന്റ് മോട്ടീവ്സ് ആയിരിക്കും വരിക. ഈ ഒരു ലുക്കിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. മുന്താണി ഒരു പീച്ച് ഫ്ലോറൽ പെറ്റൽസ് വന്നിട്ട് ബേബി പിങ്ക് ആയിരിക്കും നെക്സ്റ്റ് ടോൺ വരിക. വീണ്ടും ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും മുന്താണിയിൽ ആ ഒരു വർക്ക് വരും. പല്ലു ബ്ലൗസ് നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ്. ഒരു ഗോൾഡൻ ടിൻറ്റഡ് യെല്ലോ ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതും സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വരിക. ഫുൾ സാരി ഒരു എംബോസ്ഡ് പാറ്റേണിലെ വർക്ക്. ബ്യൂട്ടിഫുൾ മുന്താണി ബ്ലൗസ്. പൗഡർ ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ. സെയിം ടോൺ തന്നെ പൗഡർ ബ്ലൂ ടോണിൽ തന്നെ ആയിരിക്കും ക്രോഷ്യോ ലേസ് വർക്ക് വരിക. ഫുൾ സാരി സെയിം പാറ്റേൺ. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആ ഒരു ബോർഡറിന്റെ ബ്ലൗസിന്റെ സ്ലീവിലായിരിക്കും ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. നമുക്ക് വളരെ ക്ലാസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ഓറിയന്റഡ് സാരീസ് ആണ്. ഗ്ലാസ് ഓർഗൻസ് ആണ് എല്ലാ സാരീസിന്റെ ഫാബ്രിക്. ഈ സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ഐവറി ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ മൾട്ടി കളർ തന്നെ എല്ലാ സാരിയിലും ആ ഒരു ഫ്ലോറൽ എംബോസ്ഡ് പാറ്റേണിൽ തന്നെയുള്ള ആപ്ലിക് വർക്കും ഈ ഒരു ഡിഫറെന്റ് ലുക്കിലായിരിക്കും എല്ലാ സാരീസിലും ആ ഒരു വർക്ക് വരുന്നത്. എന്താണ് സെയിം സ്റ്റൈലിൽ തന്നെ ക്ലോസിൽ കാണിക്കാം അതേ വർക്ക് തന്നെയാണ് വരുന്നത്. സാരിക്ക് പീച്ച് ബേബി പിങ്ക് ഗ്രീൻ ആ ഒരു ടോണിലായിരിക്കും ഫുൾ സാരിയിലും വർക്ക് വരുന്നത്. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പം പീച്ചിലായിരിക്കും. നെക്സ്റ്റ് ഡിസൈൻ ബേബി പിങ്ക്. വീണ്ടും ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു പീച്ചിൽ തന്നെയുള്ള വർക്ക് ആയിരിക്കും വരുന്നത്. ഐവറി ക്രീമിൽ തന്നെയായിരിക്കും ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത് സാരിയുടെ. സെയിം സ്റ്റൈലിൽ തന്നെ റണ്ണിങ് ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ഗ്ലാസ് ഓർഗൻസയിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ യുണീക് സ്റ്റൈലിലായിരുന്നു സാരിയിൽ ആ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത്. ലാസ്റ്റ് സാരി ലാവൻഡർ ടോണിലാണ്. ഒരു ലൈലാക്ക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിലും ആ ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത് ലാവൻഡർ ടോണിൽ തന്നെ വന്നിട്ട് സെയിം സ്റ്റൈലിൽ തന്നെയാണ് സാരിയിൽ ഒരു വർക്ക് വരുന്നത്.
ഇതിനെല്ലാം എല്ലാ സാരീസിന്റെയും ആ ഒരു ഫ്ലോറൽ പെറ്റൽസ് ലെയർ പാറ്റേണിലാട്ടോ ഈ ഒരു പെറ്റൽസ് വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ ഒരു നാച്ചുറൽ ഫീലിൽ തന്നെ ആയിരിക്കും ആ ഒരു ഫ്ലോറൽ പെറ്റൽസ് വരുന്നത്. പീച്ച്, ബേബി പിങ്ക് എല്ലാം ആ ഒരു ലെയർ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ സാരിയിലും വരുന്നത് എംബ്രോയിഡറി വർക്ക്. 1 ലെയറിൽ ഇടുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിലെ 1 ലെയറിലാണ് ഈ സാരി ഏറ്റവും ഭംഗി പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നതിനേക്കാളും. കാരണം വളരെ നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഒരു വർക്ക് വരുന്നത് ഫുൾ സാരിയിലും. ഷോൾഡർ പോർഷനിലും പ്ലീറ്റ്സിന്റെ ലോവർ ഏരിയയിലും മുന്താണിയെല്ലാം നല്ല റിച്ച് ആയിട്ടുള്ള വർക്കിൽ തന്നെയാണ് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ സെയിം സ്റ്റൈലിൽ തന്നെ. ബ്ലൗസിന്റെ സ്ലീവിലും അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു എഡ്ജിൽ വർക്ക് വരുന്നത്.